ക്രഷ്ഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തി സെറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ രീതിയിൽ ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ടോപ്പ് വന്നിട്ടുള്ളത് പാനൽ കട്ട് പാറ്റേണിലാണ്. അപ്പോൾ ക്രഷ്ഡ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. ഈ ഒരു വെതറിൽ നമുക്കൊരു ഫംഗ്ഷൻ ഇടുവാണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇതിൽ 3 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കളറ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഒരു മോവ് പിങ്ക് കളറിൽ വരുന്നതാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. പാനൽ കട്ടാണ്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേ ബേസ് ഫാബ്രിക് സെയിം തന്നെയാണ്, ക്രഷ്ഡ് കോട്ടൺ ആണ്. അതിലുള്ള എംബ്രോയ്ഡറി വരുന്ന രീതിയിൽ 2 ഫാബ്രിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മിഡിലിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു മെറൂൺ കളറും ഗ്രീൻ ഷെയ്ഡും കൂടെ കോമ്പിനേഷൻ കൊടുത്തിട്ട് മെഷീൻ വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലും, സൈഡിലോട്ട് വരുമ്പോൾ ചെറിയ ബൂട്ടാസ് സീക്വൻസ് വർക്കും സെൽഫ് കളറും കൂടെ വരുന്നതാണ്. അപ്പോൾ അതും ഇങ്ങനെ പാനലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എയർലൈൻ മോഡലിൽ വിത്തൗട്ട് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ബാക്ക് സൈഡും അതേപോലെ തന്നെ പാനൽ കട്ടായിട്ടാണ് വരുന്നത്. ഇതിന് നെക്ക് പോർഷനിലും വരുന്നത് വി പാറ്റേണിൽ അതിൽ ഇതുപോലെ സ്കാലപ്പ് പാറ്റേൺ ചെയ്തിട്ടുള്ള ലേസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള, എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ലേസാണ്. സ്ലീവ്സും വന്നിട്ടുള്ളത് ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. പിന്നെ അതുപോലെ ഇതിന് വിത്ത് ലൈനിങ് ആണ് വരുന്നത്, ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതിൻ്റെ ബോട്ടവും വന്നിട്ടുള്ളത് ക്രഷ്ഡ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ബോട്ടം വരുന്നത്. സ്ട്രെയിറ്റ് പാൻറ് മോഡലിലാണ്. വേസ്റ്റ് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഓവറോൾ ഈ ഔട്ട്ഫിറ്റ് ഇടുമ്പം. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ക്രഷ് കോട്ടണിൽ തന്നെയാണ്. അപ്പം നമ്മൾ ആ മിഡിൽ പോർഷനിൽ വെച്ചിട്ടുള്ള ഈ സെയിം ഫാബ്രിക്കാണ് ദുപ്പട്ടയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചുറ്റും ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഓഫ് വൈറ്റ് കളറിലോട്ടാണ്. സെയിം പാറ്റേൺ തന്നെ വരും, അതേ സെയിം ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ദുപ്പട്ട സെയിം പാറ്റേണിൽ തന്നെ ക്രഷ്ഡ് കോട്ടണിൽ വന്നിട്ടുണ്ട്. ബോട്ടം വരുമ്പോഴും ക്രഷ്ഡ് കോട്ടണിൽ. ഇതുപോലെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇനി ഇതിലൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇതിൽ വരുന്നത് ഡാർക്ക് മൗ ഷെയ്ഡിലാണ്. ഇതാണ് ടോപ്പ്. കുറച്ചൊരു ഡാർക്ക് ടോണിലോട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇനി 3 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ടാണ്. ലാർജ് ടു XXL വരെ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 2499 റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.